നമ്മളിന്ന് ലുലു പോയപ്പോഴേ ഒരു ഓഫർ ഉണ്ട് കപ്പയ്ക്ക്. അപ്പോൾ ഒരുപാട് അങ്ങ് വാങ്ങി. നിങ്ങളുടെ നാട്ടിൽ കപ്പ എന്നാ പറയാ, മരച്ചീനി എന്ന് പറയും ചിലയിടത്ത്, നമ്മുടെ നാട്ടിൽ പൂളാന്ന് പറയട്ടോ. അപ്പോൾ ഒരുപാട് വാങ്ങി. നമുക്കൊരാൾക്ക് അധികം ഒന്നും വേണ്ടല്ലോ, കുറച്ച് മതിയല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെ സൂക്ഷിക്കാന്നുള്ളതാട്ടോ ഞാൻ പറയുന്നത്. കപ്പ ഫുള്ളായിട്ട് ഇങ്ങനെ വെട്ടിയാൻ കിട്ടും. അതിന് ശേഷം ഇതിൻ്റെ തൊലി കളയട്ടോ നമുക്ക്. കപ്പൻ്റെ തൊലി ഇങ്ങനെ അല്ല കേട്ടോ കളയാ. കപ്പൻ്റെ തൊലി നീളത്തിൽ ഇങ്ങനെ കത്തി വെച്ചിട്ട് അമർത്തി പിടിച്ചിട്ട് തൊലി മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്താൽ കപ്പയുടെ തൊലി പോരും കേട്ടോ. ഇങ്ങനെയാണ് കപ്പൻ്റെ തൊലി പൊളിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് തൊലി പൊളിച്ചിട്ട് എടുക്കാം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കപ്പ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു കവറാണ്. മാക്സിമം പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യണം കേട്ടോ. ഭൂമിക്ക് എത്രത്തോളം കേടാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നിട്ട് ഓരോന്നായിട്ട് ഇതിക്ക് ഇങ്ങനെ ഇടാം. കപ്പ നമ്മൾ കവറിലിട്ടിട്ടുണ്ട്. നല്ലോണം എയർ കളഞ്ഞിട്ട് കെട്ടി വെക്കാം. അപ്പോൾ ഈ കെട്ടി വെച്ച കപ്പ നേരെ നമ്മൾ ഫ്രീസറിൽ കൊണ്ടുവെക്കുക. ഇങ്ങനെ വെച്ച കപ്പ 2-3 മാസം കഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മൾ കൊണ്ടിട്ട് എന്താണ് ആവശ്യം, കറിക്കാണോ പുഴുങ്ങാനാണോ എന്തിനും ഉപയോഗിക്കാം കേട്ടോ. കേടാവാതിരിക്കും.